ഞൊടിയുടെ നേരം കൊണ്ട് നീ ഇത് വിചാരിച്ചാൽ എല്ലാം നശിപ്പിച്ച് കളയുന്നതാണ് റബ്ബേ. അതുകൊണ്ട് നിന്റെ മാർഗത്തിലേക്ക് ഞാൻ ഈ പണങ്ങൾ സമ്പത്തുകൾ ചെലവഴിക്കുന്നു. ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും വിജയമായിരിക്കും നാഥാ. അതുകൊണ്ട് നീ പറഞ്ഞതിനപ്പുറം ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞൊരു സാലിഹായ മനുഷ്യൻ, ഒരു അലിമായ മനുഷ്യൻ, അത് സമ്പത്ത് അതുപോലെ അള്ളാഹു പറഞ്ഞ രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ അത് പ്രയോഗിച്ചാൽ അവൻ ദുനിയാവും ആഖിറവും വിജയിച്ചവനായി, അവൻ രക്ഷപ്പെട്ടവനായി, അവൻ ഇബാദത്തുകാരനായി. അള്ളാഹുവേ, ഈമാനുള്ള തഖ്വയുള്ള ഏതൊരു മുഅ്മിനും അതത് ചെയ്യുകയില്ല. അവർ ഈ സമ്പത്തിൻ്റെതാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് കെട്ടിടങ്ങൾ കെട്ടി പൊക്കിക്കൊണ്ടും വാഹനങ്ങൾ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടും ഒരുപാട് സമ്പത്ത് സമ്പാദിച്ചുകൊണ്ടും അതുപോലെ തന്നെ എത്രയോ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുകൊണ്ടും ഞാൻ സമ്പന്നനാണ്, ഞാൻ ബിസിനസ്സുകാരനാണ്, ഞാനിതാണ് എന്ന് പറഞ്ഞ് നടക്കില്ല. അത് നടക്കുന്നവൻ ശൈത്വാന്റെ ഷേനിൽപ്പെട്ടവനാണ്. അവനെ ഇബ്ലീസ് പ്രേരിപ്പിച്ചു കൊണ്ടുപോകുന്നവനാണ്. അവന് ദുനിയാവില്ല, ആഖിറവില്ല. ദുനിയാവിൽ അവന് സമ്പത്തുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ അള്ളാഹു ആക്കുന്നതാണ്. അള്ളാഹു റബ്ബ് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. റബ്ബിനെ നമ്മൾ സ്നേഹിക്കുക, റബ്ബിനെ ആദരിക്കുക, റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക, റബ്ബിനെ ഏറ്റവും കൂടുതൽ ഓർക്കുക. പ്രത്യേകിച്ച് നമ്മൾ പാതിരാത്രി എല്ലാവരും ഉറക്കുന്നതായ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ച് അവനെ ശുക്ർ ചെയ്തുകൊണ്ട് അവനെ സ്തുതിച്ചുകൊണ്ട്, റബ്ബേ നിനക്ക് എല്ലാ ഇന്നത്തെ ദിവസം എനിക്ക് ആഹാരം തന്ന് വെള്ളം തന്ന് മക്കളുമായി സന്തോഷിച്ച് കഴിഞ്ഞ് എനിക്ക് ആരോഗ്യം തന്ന റബ്ബേ, നിന്നെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് 2 റക്അത്ത് പാതിരാ നേരത്ത് എഴുന്നേറ്റ് എല്ലാവരും ഉറങ്ങുന്നതായ സമയത്ത് നമുക്ക് ആ ഉറക്കത്തിൽ നിന്ന് നമ്മൾ സുഖമായ ഉറക്കമെന്ന് പറയുന്നത് പാതിരാ നേരം വെളുക്കാറായ നേരമാണ്. ആ നേരത്ത് നമ്മളുടെ പുതപ്പുകളെ വലിച്ചു മാറ്റി ദൂരെയിട്ട് നമ്മളവിടെ നിന്നും എഴുന്നേറ്റ് കണ്ണു തിരുമ്മി നമ്മൾ കുളിമുറിയിലേക്ക് പോകുമ്പോൾ ആ ചെരുപ്പ് ദ്വാരക്കും, അപ്പോഴിടുന്ന ധരിക്കുന്ന ആ ചെരുപ്പ് ദ്വാരക്കും, അപ്പോൾ തലയിലിടുന്ന ആ വസ്ത്രം ദ്വാരക്കും, നമ്മളെടുക്കുമ്പോൾ കുളിമുറിയിലോട്ട് പോയി ഒതുവെടുക്കാൻ പല്ല് തേക്കാൻ എല്ലാ ഓരോ വസ്തുക്കളും വരെ നമുക്ക് ദുആ ചെയ്യുന്നതാണ് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവേ, നമ്മളെ പഠിപ്പിച്ചു തന്ന രീതിയിൽ മാർഗത്തിൽ നമുക്കത് ജീവിക്കാൻ നീ തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവേ, അങ്ങനെ നമ്മളതെല്ലാം ശുചീകരിച്ച് ശരീരം ശുചീകരിച്ച് വൃത്തിയാക്കി നമ്മൾ ഒതുവെടുത്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാനാൽ കയറിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലായിക്കളും മാത്രം ഉറക്കമില്ലാത്ത മലാഖമാരാണ് റബ്ബേ. അള്ളാഹുവേ, നേരവും നമ്മളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവേ, ദുനിയാവിലേക്ക് എൻ്റെ അടിമകൾ എന്ത് ചെയ്യുന്നു? ഞാൻ അവനെ സൃഷ്ടിച്ച് വിട്ടിട്ട് അവൻ എന്താണ് കാണിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്? എന്നെ ഓർക്കുന്നുണ്ടോ? എന്നെ വിളിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ? ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കി ഒരു നിമിഷം പോലും ഇല്ലാതെ റബ്ബേ, നമ്മളെ സൃഷ്ടിച്ച റബ്ബേ, നമ്മളെ നാഥനെ അള്ളാഹുവേ, എത്ര നിന്നെ സ്തുതിച്ചാലും നിന്നെ പറഞ്ഞാലും തീരില്ല റബ്ബേ. കർണക്കടലായ കരുണാനിധിയായ റബ്ബേ, നീ ഞങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതല്ല അല്ലാ. നിനക്ക് ഉറക്കമില്ല, ഊണില്ല, ഭക്ഷണമില്ല, ഭാര്യയില്ല, മക്കളില്ല. നിന്റെ എല്ലാം ഞങ്ങളാണ് റബ്ബേ, ദുനിയാവാണ് റബ്ബേ. ദുനിയാവിൽ എൻ്റെ അടിമകളെ നോക്കട്ടെ, മലായിക്കങ്ങളെ അവരെന്ത് ചെയ്ത് നോക്കുന്നതായ സമയത്ത് പാതിരാ നേരം ആരാണ് റബ്ബിൻ്റെ നേരെയിൽ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ മേലോട്ട് കൈയുയർത്തിയത്? അവർക്ക് അല്ലാഹു സ്ഥാനമാണ്. സ്വർഗത്തിൽ ഹിസാബില്ലാതെ കടക്കാവുന്നതാണ്, അർശിൻ്റെ തണല് കിട്ടുന്നതാണ്. അള്ളാഹുവേ, സ്ത്രീകളായ നമ്മളെല്ലാം കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ ദുനിയാവ്, ഇന്നത്തെ കല്യാണ വീട്, ഇന്നത്തെ ഒരവസ്ഥകളെല്ലാം ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താണ്? അല്ലാഹുവേ, ദുനിയാവിൻ്റെ ഒരു ഹറാമിൻ്റെ പുറകിലും പോകരുത്. എല്ലാ സഹോദരിമാരും, ഇത് കേൾക്കുന്ന എല്ലാ സഹോദരിമാരും അല്ലാഹുവേ, നേരിട്ട് നമ്മുടെ റബ്ബിനെ സ്തുതിക്കുകയും നമ്മുടെ റബ്ബിനെ വാഴ്ത്തുകയും നമ്മളൊരു വെള്ളം പോലും നമ്മുടെ കൈ കൊണ്ട് വായിലോട്ട് വെച്ചാൽ അൽഹംദുലില്ലാഹ് റബ്ബേ, നിന്നെ സ്തുതിക്കുന്നു, ഈ വെള്ളം ഇറങ്ങാൻ നീ അനുവദിച്ചല്ലോ, ഈ വെള്ളം നീ തന്നല്ലോ എന്നുള്ള രീതിയിൽ
അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടുമ്പോൾ നമ്മൾ റബ്ബിനെ എത്ര സ്തുതിച്ചാൽ നമുക്ക് മതിയാകും. അതുകൊണ്ട് ഓരോ ദിവസവും ദിനവും രാത്രിയും നമ്മൾ നമ്മുടെ നാഥനെ, നമ്മുടെ റബ്ബിനെ എത്രയും നമ്മൾ സ്തുതിച്ചാലും, നമ്മൾ എത്ര ധ്യാനിച്ചാലും, എത്ര ഇബാദത്തെടുത്താലും മതിയാകില്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ സഹോദരിമാരും, അല്ലാഹുവേ, നമ്മളെല്ലാവരും ഇനിയുള്ള ജീവിതം നമ്മുടെ റബ്ബിന് വേണ്ടി ആയിരിക്കണേ. ദുനിയാവിനോടുള്ള ആഗ്രഹം കുറച്ചുകൊണ്ട് നമ്മൾ ആഖിറത്തിലേക്ക് കുതിച്ചുകൊണ്ട്, ആഖിറത്തിലെ വിജയം കാലാകാല ജീവിതത്തെ ആഗ്രഹിച്ചുകൊണ്ട് റബ്ബേ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് കടക്കേണ്ടതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ മനസ്സിൽ നിന്നും ചേരിൽ നിന്നും മക്കളിൽ നിന്നും എല്ലാ ശൈത്വാൻ ഇബ്ലീസിന്റെ ശർറിൽ നിന്നും നമ്മളെ കാത്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ധ്യാനിച്ച് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും അള്ളാഹു ചെയ്തു തരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുകയാണ്.